ഹലോ, ഒരു നീണ്ടൊരു വീഡിയോ ആണ്. തട്ടിക്കളയല്ലേ, ശ്രദ്ധാപൂർവം കേൾക്കൂ. ഒരു പ്രവാസിയുടെ ജീവിതം. അവൻ ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ, ഈ ഗൾഫിലേക്ക് വന്നതിന് ശേഷം ഞാൻ വിചാരിച്ചു 3 കൊല്ലോ 4 കൊല്ലോ അല്ലെങ്കിൽ 5 കൊല്ലം, മാക്സിമം 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പൈസ ഉണ്ടാക്കി നാട്ടിൽ കൂടാമെന്ന്. പക്ഷേ 20 വർഷത്തിൻ്റെ അപ്പുറം ഇവിടെയുണ്ട്. ഇതിൻ്റെ അർത്ഥം ഒരു പ്രവാസി നാട്ടിൽ നിന്ന് വന്നാൽ അവനക്ക് ഇവിടെ നിന്നും പോകാൻ കഴിയില്ല എന്നതാണ്. കാരണം അവനക്ക് ഒരുപാട് ബാധ്യതകൾ ഉണ്ടാവും. നമ്മൾക്ക് തന്നെ അറിയാം, ഒരു വീട് പോലും ആകാതെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന പ്രവാസി ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട്, വിദ്യാഭ്യാസമില്ലാത്തവൻ ആണെങ്കിൽ ഇവിടെ വളരെ പ്രയാസപ്പെട്ട് ചെറിയൊരു സാലറിക്ക് നിന്നുകൊണ്ട് അവൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് ഒരു മെച്ചപ്പെട്ട ജോലി നേടിക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന മിച്ചം വരുമാനം കൊണ്ട് സമ്പാദിക്കും. അതിൽ നിന്ന് മിച്ചം പിടിച്ചുകൊണ്ട് അവൻ ഒരു വീട് ഉണ്ടാക്കിയാൽ, ലോൺ എടുത്തുകൊണ്ട് വീടുണ്ടാക്കിയാൽ, പിന്നെ അതിൻ്റെ കടം വീട്ടാൻ വേണ്ടി കൊല്ലങ്ങളോളം പ്രയത്നിക്കും. പിന്നീട് മക്കളുടെ കല്യാണമോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ കല്യാണമോ വന്നാൽ അതിന് സഹായിക്കും. വീണ്ടും കടം. അങ്ങനെ അവൻ 5 കൊല്ലം പ്രതീക്ഷിച്ച് ഇവിടെ വന്ന പ്രവാസി 20 കൊല്ലമോ 30 കൊല്ലമോ ഇവിടെ നിന്നുകൊണ്ട് ഒന്നുമില്ലാത്തവനായി നാട് പിടിക്കും. അവസാനം അവൻ നാട്ടിലേക്ക് പോവാൻ തീരുമാനിക്കുക. ജോലിയെടുക്കാൻ അവനക്ക് പ്രയാസമാവുകയും, ഒരു തരത്തിലും ജോലിയെടുക്കാൻ പ്രയാസമാവാതെ അസുഖം അവനെ പിടികൂടി അവൻ നാട്ടിലേക്ക് പോകുന്നു. നാട്ടിലേക്ക് പോകുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? 5 പൈസ കയ്യിലില്ലാതെ അവൻ അവസ്ഥയിലായി. അവൻ നാട്ടുകാരുടെ മുന്നിൽ, വീട്ടുകാരുടെ മുന്നിൽ അഭിമാനം എല്ലാം നഷ്ടപ്പെട്ടവനായി അവൻ്റെ ജീവിതം അവസാനിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, ഒരു വീട് വെക്കുമ്പോഴോ ഒരു ചെറിയ വീട് വെക്കുക, ലോൺ എടുക്കാതെ ഇരിക്കുക. ആൾക്കാരെ കാണിക്കാൻ വേണ്ടി നമ്മൾ വീടെടുക്കരുത്. എല്ലാം പൈസ സേവിങ് ചെയ്യുക, ശ്രദ്ധാപൂർവം നമ്മൾ വിനിയോഗിക്കുക. എന്നാലേ നമ്മൾക്ക് നമ്മുടെ ജീവിതം സന്തോഷപ്രദമാക്കുവാൻ കഴിയുള്ളൂ. ടേക്ക് കെയർ.